സത്യദൈവത്തെ ആരാധിക്കുവാൻ ഒന്നു ചേർന്നിടാം. യേശുനാഥനെ ആരാധിക്കുവാൻ ഒന്നു ചേർന്നിടാം. സത്യദൈവത്തെ ആരാധിക്കുവാൻ ഒന്നു ചേർന്നിടാം. യേശുനാഥനെ ആരാധിക്കുവാൻ ഒന്നു ചേർന്നിടാം. സൃഷ്ടിതാവിനെ ആരാധിച്ചിടാം, രക്ഷിതാവിനെ ആരാധിച്ചിടാം. സൃഷ്ടിതാവിനെ ആരാധിച്ചിടാം, രക്ഷിതാവിനെ ആരാധിച്ചിടാം. ഏകരക്ഷക അങ്ങയ്ക്കെന്നുമേ ആരാധന. പാപമോചക അങ്ങയ്ക്കെന്നുമേ ആരാധന. ഏകരക്ഷക അങ്ങയ്ക്കെന്നുമേ ആരാധന. സൗഖ്യദായക അങ്ങയ്ക്കെന്നുമേ ആരാധന. സൃഷ്ടിതാവിനെ ആരാധിച്ചിടാം, രക്ഷിതാവിനെ ആരാധിച്ചിടാം. സൃഷ്ടിതാവിനെ ആരാധിച്ചിടാം, രക്ഷിതാവിനെ ആരാധിച്ചിടാം. ഏകദൈവമേ അങ്ങയ്ക്കെന്നുമേ ആരാധന. ദിവ്യകാരുണ്യമേ അങ്ങയ്ക്കെന്നുമേ ആരാധന. ഏകദൈവമേ, ഏകദൈവമേ അങ്ങയ്ക്കെന്നുമേ ആരാധന. ദിവ്യകാരുണ്യമേ അങ്ങയ്ക്കെന്നുമേ ആരാധന. ആരാധിച്ചാരാധിച്ച് സ്വതന്ത്രരാകാം, ആരാധിച്ചാരാധിച്ച് ആഹ്ലാദിക്കാം. ആരാധിച്ചാരാധിച്ച് സാക്ഷ്യമേകിടാം, സായുജ്യമടഞ്ഞിടാം. ആരാധിച്ചാരാധിച്ച് സ്വതന്ത്രരാകാം, ആരാധിച്ചാരാധിച്ച് ആഹ്ലാദിക്കാം. ആരാധിച്ചാരാധിച്ച് സാക്ഷ്യമേകിടാം, സായുജ്യമടഞ്ഞിടാം. ഏകദൈവമേ അങ്ങയ്ക്കെന്നുമേ ആരാധന. ദിവ്യകാരുണ്യമേ അങ്ങയ്ക്കെന്നുമേ ആരാധന. ഏകദൈവമേ അങ്ങയ്ക്കെന്നുമേ ആരാധന. ദിവ്യകാരുണ്യമേ അങ്ങയ്ക്കെന്നുമേ ആരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2003 ഏപ്രിൽ 17 പെസഹ വ്യാഴാഴ്ച വിശുദ്ധ ജോൺ പോൾ പാപ്പ സഭയ്ക്ക് നൽകിയ ചാക്രിക ലേഖനമാണ് എക്ലേസിയ ദെ യൂക്കറിസ്തിയ. സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന്. വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെ മരണത്തിന് കുറച്ച് നാൾക്ക് മുമ്പ് നൽകപ്പെട്ട ഈ ചാക്രിക ലേഖനത്തെ സഭയ്ക്കും ലോകത്തിനും അദ്ദേഹം നൽകിയ സമ്മാനങ്ങൾ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്. 6 അധ്യായങ്ങളുള്ള ഈ ചാക്രിക ലേഖനത്തിൻ്റെ അവസാന അധ്യായം വളരെ ശ്രദ്ധേയമാണ്. ആ അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: വിശുദ്ധ കുർബാനയുടെ സ്ത്രീ മറിയം. പരിശുദ്ധ മറിയത്തെ വിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്ന് മഹാവിശുദ്ധനും ദൈവശാസ്ത്രജ്ഞനുമായ ജോൺ പോൾ പാപ്പ വിളിക്കുന്നതിന് പ്രധാനമായും ചില കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. അന്ത്യത്താഴത്തിലെ വിശുദ്ധ കുർബാന സ്ഥാപന വിവരണത്തിൽ മറിയത്തെ പരാമർശിക്കുന്നില്ല.
എന്നതൊരു വസ്തുതയാണ്. എന്നാൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ജാഗരൂകരായിരുന്ന ആദിമ ശിഷ്യന്മാരുടെ ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പരിശുദ്ധ മറിയത്തെപ്പറ്റി അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 14-ാം വാക്യം. വിശുദ്ധ കുർബാന സ്ഥാപന വിവരണം സമവീക്ഷണ സുവിശേഷകന്മാർ തിരഞ്ഞെടുത്തെന്നും മറിയമില്ല എന്നതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാനയുമായി മറിയത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ള വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണ്. ജോൺ പാപ്പ പറയുകയാണ്, ദിവ്യകാരുണ്യ സ്ഥാപന വിവരണത്തിൽ മറിയത്തിൻ്റെ പരാമർശമില്ലെങ്കിലും കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം അപ്പം മുറിക്കൽ, പ്രാർത്ഥന, അപ്പോസ്തല പ്രബോധനം എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ കേന്ദ്രത്തിൽ മറിയമുണ്ട്. എങ്കിൽ കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷമുള്ള ആദിമശിഷ്യരുടെ ബലിയർപ്പണത്തിൽ നിശ്ചയമായും മറിയം പങ്കു ചേർന്നിട്ടുണ്ടാകും. രണ്ടാമത്തെ കാരണമായി വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുന്നത്, മറിയത്തിൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമായിരുന്നു. ദൈവതത്വത്തോടും മനുഷ്യതത്വത്തോടും ഈ അപ്പത്തിൽ എഴുന്നള്ളുന്ന യേശുവിനെ മറിയമാണ് തൻ്റെ ഉദരത്തിൽ ആദ്യം വഹിക്കുന്നത്. പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യാൻ ആദ്യം വന്നിറങ്ങിയ സ്ഥലവും അവളുടെ നിർമ്മല കന്യക ഉദരം തന്നെ. ജോൺ പോൾ പാപ്പ പറയുകയാണ്, മറിയമാണ് യഥാർത്ഥ ജീവിക്കുന്ന സക്രാരി. വിശുദ്ധ കുർബാന മറിയം ജീവിച്ചു. 9 മാസക്കാലം മനുഷ്യനും ദൈവവുമായവൻ അവളുടെ ഉള്ളിൽ വസിച്ചു. അൾത്താരയിലെ ബലിയിൽ കൗദാശികമായി സംഭവിക്കുന്നതെല്ലാം മുൻകൂട്ടി മറിയത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസി ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ വെളുത്ത ചെറിയ അപ്പക്കഷ്ണത്തിൽ ദൈവവും മനുഷ്യനുമായ യേശു സജീവനായി സന്നിധി ചെയ്യുന്നു, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ആമേൻ. മറിയം മംഗളവാർത്തയിൽ പറഞ്ഞ ആമേനും ഇത് തന്നെയാണ്. പുരുഷ സംസർഗമില്ലാതെ അത്യുന്നതന്റെ പുത്രൻ അവളുടെ ഉദരത്തിൽ മനുഷ്യനായി രൂപം കൊള്ളും എന്ന മാലാഖയുടെ വാക്കിന്റെ മുമ്പിൽ മറിയവും പറഞ്ഞു ആമേൻ. അപ്പോൾ ദിവ്യകാരുണ്യ ബലിയിൽ പങ്കെടുത്തും ദിവ്യകാരുണ്യം സ്വീകരിക്കാനും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അതേ വിശ്വാസമാണ് മറിയത്തോടും സ്വർഗം ആവശ്യപ്പെട്ടത്. അതിനും പുറമെ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം ഉടനീളം കാൽവരിക്കുള്ള ഒരുക്കമായിരുന്നു. കാൽവരിയിൽ യാഗമായി തീരേണ്ട ദിവ്യകാരുണ്യം അത് മറിയത്തിന്റെ കരങ്ങളിലൂടെ തന്നെയാണ് സംഭവിക്കുന്നത്. 40-ാം ദിവസം ഈ ബലിവസ്തുവിനെ ദേവാലയത്തിൽ പതിവ് ആചാരപ്രകാരമാണ് സമർപ്പിക്കാൻ ചെന്നതെങ്കിലും ശമയോനിലൂടെ ഒരു പ്രവചനം കേട്ടു. ഈ കുഞ്ഞ് അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും, നിന്റെ ഹൃദയത്തിലൊരു വാള് കിടക്കും. വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെ കന്യകാമറിയത്തെ പറ്റിയുള്ള റെദംതോറിസ് മാത്തർ എന്ന തിരുവെഴുത്തിൽ പറയുകയാണ്, കാൽവരിയിലെ മരണത്തിൻ്റെ മണി മുഴങ്ങുകയായിരുന്നപ്പോൾ യേശു കുരിശിൽ മരിച്ചപ്പോൾ ഒരു പടയാളി വന്ന് അവിടുത്തെ ചങ്കിലേക്ക് ഒരു കുന്തം കുത്തിക്കയറ്റി. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മറിയത്തിൻ്റെ ചങ്ക് കുന്തത്താൽ കുത്തപ്പെട്ടു.
യേശുവിൻ്റെ പീഡാനുഭവം അവൾ മുൻകൂട്ടി അനുഭവിച്ച ഒരു നിമിഷമാണത്. ആ ഒരു നിമിഷം മാത്രമല്ല, അതിനുശേഷം പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം തൻ്റെ ഏകപുത്രൻ ബലിയിടപ്പെടാൻ അവൾ പൂർണ്ണമായ സർവാത്മന സഹകരിക്കുകയാണ്. ജോൺ പോൾ പാപ്പായുടെ തിരുവെഴുത്തിൽ, കുർബാനയെപ്പറ്റി തിരുവെഴുത്തിൽ അദ്ദേഹം പറയുന്നത്, പരിശുദ്ധ മറിയം അനുദിനം കാൽവരിക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ ആദിമസഭയിൽ ബലിയർപ്പിക്കപ്പെട്ടപ്പോഴെല്ലാം പരിശുദ്ധ മറിയത്തിനുള്ള വികാരങ്ങൾ എന്തായിരിക്കണം? വിശുദ്ധ ജോൺ പോൾ പാപ്പ ചോദിക്കുകയാണ്, പത്രോസും യോഹന്നാനും യാക്കോവും മറ്റേ വാഴ്ത്തപ്പെട്ട അപ്പം എടുത്ത് ഇത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് ഉയർത്തിയപ്പോൾ കന്യാമറിയത്തിൻ്റെ ചേതവികാരം എന്തായിരുന്നിരിക്കണം? മാർപ്പാപ്പ ചോദിക്കുകയാണ്. മറിയത്തിൻ്റെ ശരീരം കൂടെയാണല്ലോ അത്. യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും യേശുവിനുണ്ട്. ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയുമുണ്ട്. അവിടുത്തെ മനുഷ്യപ്രകൃതിക്ക് ഒരൊറ്റ ആളെ കാരണമായിട്ടുള്ളൂ. നമ്മുടെയൊക്കെ മനുഷ്യപ്രകൃതിക്ക് 2 പേരുണ്ട്, അപ്പനും അമ്മയും. മറിയത്തിൻ്റെ മനുഷ്യപ്രകൃതിയുടെ ഏക ഉറവിടം പരിശുദ്ധ മറിയം. അപ്പോൾ ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് ഓരോ ബലിപീഠത്തിലും ക്രിസ്തുവിൻ ശരീരം പുരോഹിതൻ ഉയർത്തുമ്പോൾ ജോൺ പാപ്പ ചോദിക്കുകയാണ്, അത് അധികാരത്തോടെ പറയാൻ പറ്റുന്ന ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, മറിയം. ഇത് എൻ്റെ ശരീരമാണ്, എല്ലാവരുടെയും മോചനത്തിനായി മുറിക്കപ്പെടുന്ന ഈ ശരീരം എൻ്റെ ആണെന്ന് യേശു പറയുമ്പോൾ ജോൺ പാപ്പ വാദിക്കുകയാണ്, അത് പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരമല്ലേ വാസ്തവത്തിൽ. ലോകത്തിലെല്ലാവരുടെയും പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണിതെന്ന് പറഞ്ഞ് സഭയുടെ അൾത്താരയിൽ ഒരു പുരോഹിതൻ, അപ്പോസ്തലന്മാരോ പുരോഹിതൻ ആരെങ്കിലും ഉയർത്തുമ്പോൾ അത് വാസ്തവത്തിൽ മറിയത്തിൻ്റെ രക്തമല്ലേ? ദിവ്യകാരുണ്യവുമായി പരിശുദ്ധ മറിയത്തിലുള്ളിടത്തോളം ബന്ധം ലോകത്തിൽ ഒരു പുരോഹിതനും ഇല്ല എന്ന് തൻ്റെ ഈ അധ്യായത്തിൽ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ സ്ഥാപിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ കുദാശ വചനത്തിന് ശേഷം ഒരു ഉത്ബോധനമുണ്ട്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഏതാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത്? മനുഷ്യ പരിത്രാണത്തിന് വേണ്ടി ദൈവപുത്രനായ യേശു ചെയ്തതല്ല. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന പ്രവൃത്തിയുടെ പരിധിയിൽ അതെല്ലാം പെടും. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, എല്ലാം പൂർത്തിയായി എന്ന് കണ്ട് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അതിനുശേഷം അവൻ തലചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. എപ്പോഴാണ് എല്ലാം പൂർത്തിയായി എന്ന് യേശു പറഞ്ഞത്? അതിന് തൊട്ടു മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് അവൻ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. മനുഷ്യപരിത്രാണത്തിന് വേണ്ടി യേശു ചെയ്ത രക്ഷാകര പ്രവൃത്തികളിൽ ക്ലൈമാക്സ് സ്ഥാനത്ത് നിൽക്കുന്നത് ഇതാണ്. തൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന ശിഷ്യർക്ക് കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞപ്പോഴാണ് എല്ലാം പൂർത്തിയായി എന്നറിഞ്ഞ് യേശു തലചായ്ച്ച് മരിക്കുന്നത്. അതിനാൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ ആദ്യം സൂചിപ്പിച്ച എക്ലേസിയ യുക്കരിസ്തിയ എന്ന തിരുവെഴുത്തിൽ പറയുകയാണ്, ദിവ്യകാരുണ്യം ദിവ്യബലി പൂർത്തിയാകുന്നത് ശിഷ്യരുടെ ജീവിതത്തിൽ മറിയം കടന്നു വരുമ്പോഴാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന കൽപ്പനയിൽ ഇതുകൂടെ ഉണ്ട്. കന്യകാമറിയത്തെ സ്വന്തം അമ്മയായി സ്വീകരിക്കുക എന്നതും ഉൾപ്പെടുന്നുണ്ട്.
വിശുദ്ധ കുർബാന വാസ്തവത്തിൽ കന്യാമറിയത്തിൻ്റെയും കൂടെ ഒരു സമ്മാനമാണ്. ദൈവത്തിന് ശരീരമില്ല, ദൈവത്തിന് രക്തവുമില്ല. ദൈവപുത്രന് രക്തവും ശരീരവും ഉണ്ടാകുവാൻ ഇടയാക്കിയത് പരിശുദ്ധ മറിയത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണം തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ പാപ്പ കുർബാനയെപ്പറ്റി മാത്രം എഴുതിയ തിരുവെഴുത്തിൻ്റെ അവസാന അധ്യായം മറിയത്തെപ്പറ്റി പ്രഘോഷിക്കാൻ വേണ്ടി മാറ്റിവെച്ചത്. മറിയം വിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്ന തലക്കെട്ടിൽ ഒരു അധ്യായം തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നു. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക, ഇതാണല്ലോ കന്യകാമറിയം കാനായിൽ വെച്ച് പറഞ്ഞത്. എന്താണ് അവൻ പറഞ്ഞത്? ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ദീപികാരുണ്യ ബലി അർപ്പിക്കുവാനും അതിൽ പങ്കുചേരുവാനും ദീപികാരുണ്യ കേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കുവാനുമാണ് ഈശോ ആവശ്യപ്പെട്ടത്. അവൻ പറയുന്നു നിങ്ങൾ ചെയ്യുക. പരിശുദ്ധ മറിയത്തിനും ഇതുതന്നെയാണ് പറയാനുള്ളത്. ആദിമസഭ നേരിട്ട രൂക്ഷമായ പ്രതിസന്ധികൾ, വർണ്ണനാതീതമായ മതപീഡനങ്ങൾ, രക്തസാക്ഷിത്വം, ഇതിൻ്റെ എല്ലാം മുമ്പിൽ ആദിമവിശ്വാസികൾ എങ്ങനെയാണ് മുന്നേറിക്കൊണ്ടിരുന്നത് ചോദിച്ചാൽ, ഭൂമി തുരന്ന് അതിൻ്റെ അടിയിൽ ബലിപീഠമിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് ഈ സ്നേഹത്തിന് പകരം സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് വധുവരന്മാർ വിവാഹ മണ്ഡപത്തിലേക്ക് ഓടുന്ന തീക്ഷ്ണതയോടെ ആദിമ ക്രൈസ്തവർ ഓടിപ്പോയെന്നാണ് പറയുന്നത്. പരിശുദ്ധ മറിയം അപ്പോസ്തലന്മാരെയും ക്രൈസ്തവ വിശ്വാസികളെയും നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നത് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ്. വിശുദ്ധ കുർബാന സഭാജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്നും ഉറവിടമാണെന്നും അതിൻ്റെ ഉച്ചകോടിയാണെന്നും രണ്ടാം വത്തിക്കാൻ സൂനകോസ് പഠിപ്പിക്കുന്നതിൻ്റെ ആ അർത്ഥം അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ മാതാവിൻ്റെ കരം പിടിച്ച് ദീപികാരുണ്യത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകത്ത് എവിടെയെല്ലാം വിശ്വാസ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് വലിയ അത്ഭുതങ്ങൾ കാണിച്ച് തന്നിലേക്കല്ല തൻ്റെ പുത്രനിലേക്ക് ലോകജനതയെ അവൾ നയിക്കുന്ന ചരിത്രമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം. സഭ അംഗീകരിച്ച എല്ലാ പ്രത്യക്ഷീകരണങ്ങളുടെയും സന്ദേശം യേശുക്രിസ്തുവിലേക്ക് സർവരെയും ആനയിക്കുക. അതാണ് മറിയത്തിൻ്റെ സന്ദേശം. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സ്നേഹം അളവില്ലാതെ കവിഞ്ഞൊഴുകുന്ന ദീപികാരുണ്യത്തിലേക്ക് നമ്മെയും പരിശുദ്ധ മറിയം കൈപിടിച്ച് നയിക്കാൻ നമുക്ക് നമ്മെ തന്നെ അവൾക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതം പരിശുദ്ധ മാതാവിന് സ്നേഹപൂർവ്വം ഭരമേൽപ്പിച്ചു കൊടുക്കാം. യോഹന്നാൻ തൻ്റെ ജീവിതം മറിയത്തെ ഭരമേൽപ്പിച്ചു കൊടുത്തു. കുർബാനയെപ്പറ്റി ഏറ്റവും വിശദമായ വിവരണങ്ങളുള്ള ഏക അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിലാണുള്ളത്. തീർച്ചയായിട്ടും പരിശുദ്ധ മറിയത്തോടുള്ള യോഹന്നാൻ്റെ സഹവാസം വിശുദ്ധ കുർബാനയുടെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവനെ സഹായിച്ചിട്ടുണ്ടാകും. നമ്മളും എന്നും അർപ്പിക്കുന്നു, എന്നും സമീപിക്കുന്നുവെങ്കിലും ദിവ്യകാരുണ്യത്തിൻ്റെ ആ മഹാസ്വർഗീയ രഹസ്യത്തിൻ്റെ ആഴങ്ങൾ ഇനിയും നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി, സ്നേഹം തീർച്ചയായും നമുക്ക് സഹായകമാകും. ഈ ഒരു പ്രത്യേക കാര്യത്തിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.
പനി നീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോടു കൂടെ. കാലം മാറും ലോകം മാറും കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഉന്നതനീശനെ വാഴ്ത്തുന്നു, പാരിൻ രക്ഷയെ ഓർക്കുന്നു, മേരി സുതനെ ഞാൻ വാഴ്ത്തുന്നു, മനവീണമീട്ടി പാടുന്നു. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഉന്നതനീശനെ വാഴ്ത്തുന്നു, പാരിൻ രക്ഷയെ ഓർക്കുന്നു, സുതനെ ഞാൻ വാഴ്ത്തുന്നു, മനവീണമീട്ടി പാടുന്നു. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങൾ അകലത്തളിയുന്നു. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങൾ അകലത്തളിയുന്നു. മാരകമാം മുറിവുകളിൽ ആരാധിക്കുമ്പോൾ അമ്മേ നിൻ പ്രിയമകനിൽ കണ്ണീർ മായ്ക്കുന്നു. മാരകമാം മുറിവുകളിൽ ആരാധിക്കുമ്പോൾ അമ്മേ നിൻ പ്രിയമകനിൽ കണ്ണീർ മായ്ക്കുന്നു. തിന്മയഴും തടവറയിൽ ലോകത്തെ മുഴുവനും മാതാവിന്റെ വിമല ഹൃദയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമകനൻ മോചകനാകുന്നു. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിലാനന്ദം. തന്റെ സമയമായിട്ടില്ല എന്നുള്ള സത്യം ഈശോ തുറന്നു പറഞ്ഞെങ്കിലും മറിയത്തിന്റെ സ്നേഹം നിറഞ്ഞ നിർബന്ധത്തിന് മുമ്പിൽ തന്റെ തീരുമാനം മാറ്റി കാനായിലെ കുടുംബത്തിന് വേണ്ടി വലിയ ഒരു അത്ഭുതം ചെയ്ത കർത്താവ് ടെലിവിഷനിലൂടെ ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വന്ന് തന്റെ തിരുക്കുമാരനെ കരം ചലിപ്പിച്ച് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആനന്ദം എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. കന്യകാമറിയത്തിന്റെ ജപമാല എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ 16-ാം ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്:
ദൈവമാതാവിനോടുള്ള നിർബന്ധപൂർവകമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ദൈവമാതാവിനോടുള്ള നിർബന്ധപൂർവമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം അവളുടെ മാതൃസഹജമായ മാധ്യസ്ഥത്തിന് തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്നും സർവ്വതും നേടിത്തരാനാകും എന്നതാണ്. വരപ്രസാദം വഴി സർവശക്തയാണ് മറിയം. വിശുദ്ധ ജോൺ പാപ്പായുടെ ഈ കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് മുട്ടുകൊത്ത് നിന്ന് ലോകത്തിലെ എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ജീവൻ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടി ഈശോ ബലി കഴിച്ചു. തൻ്റെ തിരുക്കുമാരൻ ലോകത്തെല്ലാവർക്കും വേണ്ടി മറിയം നൽകി. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിൽ വലിയ കാര്യമില്ല, ജപമാല ആവശ്യമില്ല എന്ന തെറ്റിദ്ധാരണയിൽ കഴിഞ്ഞിരുന്ന 600-ലധികം മക്കൾക്ക് പരിശുദ്ധ അമ്മയോട് അഗാധമായൊരു സ്നേഹം ദൈവം ഇപ്പോൾ ഭക്ഷിച്ചനുഗ്രഹിക്കുകയാണ്. ഈ പ്രാർത്ഥന ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന 415 പേരുടെ കുടുംബങ്ങൾ മാതാവിൻ്റെ സജീവ സാന്നിധ്യം ഇപ്പോൾ ഉണ്ടാകുന്നു. അതിൻ്റെ അടയാളമായി അവർക്ക് സ്വർഗീയ പരിമളം അനുഭവിച്ചറിയാൻ ഇപ്പോൾ കഴിയുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വൈറസ് ഇല്ലാതാകുവാൻ കണ്ണുനീരോടെ ജപമാല ചൊല്ലുവാനുള്ള ദൃഢനിശ്ചയം അനേകം പേര് ഈ പ്രാർത്ഥനയിൽ എടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസാരശേഷിയില്ലാത്ത 4 പേരെ ദൈവം തുറക്കുന്നുണ്ട് അധരങ്ങളെ. ഹല്ലേലൂയ. ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന 3 കുടുംബങ്ങളെ കർത്താവ് കടബാധ്യതയിൽ ജപ്തിയിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലഡ് ക്യാൻസർ ഉള്ള നിഖിൽ, ബൈജു എന്നിവരെ കർത്താവായ യേശു പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയാൽ സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാതരോഗിയായി ജോൺസനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഒപ്പം മറ്റ് 15 വാതരോഗികളെയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവേ മറിയ, ആവേ മറിയ, ആവേ മറിയ, ആവേ മറിയ, ആവേ മറിയ. ശരീരത്തിൽ മുഴയുള്ള 14 പേരെ കർത്താവ് മുഴ അത്ഭുതകരമായി നീക്കം ചെയ്ത് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹം നടക്കാതിരുന്ന 20 മക്കളുടെ വിവാഹം ദൈവമായ കർത്താവ് ഏറ്റെടുത്ത് നടത്തിക്കൊടുക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത വഴിയായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയുടെ ദൈവം നൽകിയ എല്ലാ കൃപാവരങ്ങൾക്കും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദീപികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.